അയോധ്യയിലെ രാമജന്മഭൂമിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ചടങ്ങുകൾ ആരംഭിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവതും UP മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥും ഇപ്പോൾ അവർ ഒരുമിച്ച് ഈ ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കാൻ പോകുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. രാമജന്മഭൂമിയിൽ ആ ദൃശ്യങ്ങളിൽ കാണാം ആ പ്രധാനപ്പെട്ട ശിഖിരം. നാഗര സ്റ്റൈൽ എന്നാണ് ഈ ക്ഷേത്ര നിർമ്മാണത്തെ പറയുന്നത്. അതായത് കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ ഒരു സ്വഭാവമോ ഇവിടുത്തെ ആചാര രീതികളോ അല്ല. ഉത്തര ഭാരതത്തിലേക്ക് എത്തുമ്പോൾ അവിടുത്തെ ക്ഷേത്രങ്ങളുടെ നിർമ്മാണ രീതിയിൽ പോലും വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. അവിടുത്തെ ക്ഷേത്രങ്ങൾക്ക് പ്രധാന ശ്രീകോവിലിൻ്റെ മുകൾ ഭാഗം അതൊരു കമാനം പോലെ ഉയർന്നു നിൽക്കും. നാഗര ക്ഷേത്ര നിർമ്മാണത്തിൻ്റെ ശൈലിയാണത്. അതിന് മുകളിലാണ് ആ കാവിപ്പതാക ഉയർത്തുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ആ പതാക കാണാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പതാക ഉയർത്താൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ശ്രീകാന്ത്, ഈ ധ്വജം ഉയർത്തുന്ന ചടങ്ങിലേക്ക് കടക്കുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അല്പസമയത്തിനകം തന്നെ ഈ ധ്വജാരോഹണം ഉണ്ടാകുമെന്നുള്ളതാണ്. ഗൗതം, 11:46 ആയിരിക്കുന്നു ഇപ്പോൾ സമയം. 11:58 ഈ ധ്വജാരോഹണ ചടങ്ങ് നടക്കാൻ പോകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും ഭഗവത് ധ്വജം ഉയർത്തുന്ന ചടങ്ങാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അയോധ്യയിലെ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിന്റെ ആ ശിഖരത്തിന് മുകളിലേക്ക് ഭാരതത്തിന്റെ ഹിന്ദുത്വ ദേശീയതയുടെ പ്രതീകമായിട്ടുള്ള ആ പരമപവിത്ര ഭഗവത് ധ്വജം ഉയരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരിക്കൽ കൂടി എത്താം. എന്തായാലും വളരെ വിശേഷാൽപ്പെട്ട ചടങ്ങാണ്. 500 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിന് മുകളിൽ പവിത്രമായ ഭഗവത് ധ്വജം ഹിന്ദുത്വ ദേശീയതയുടെയും ഈ രാജ്യത്തിൻ്റെ അഭിമാനത്തിൻ്റെയും ഈ രാജ്യത്തിൻ്റെ തപസ്സിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള ധ്വജം ഉയരുകയാണ്. അയോധ്യയിലെങ്ങും ശ്രീരാമ മന്ത്രം മുഴങ്ങുന്നു. ജയ് ശ്രീറാം മന്ത്രങ്ങൾ മുഴങ്ങുകയാണ്. അങ്ങനെ അയോധ്യ രാമക്ഷേത്രത്തിൻ്റെ ആ പ്രധാനപ്പെട്ട ശ്രീകോവിലിന് മുകളിലേക്ക് ഇപ്പോൾ പരമപവിത്രമായ ഭഗവത് ധ്വജം ഉയരുന്നു. ആ ചടങ്ങിന് നേതൃത്വം നൽകുകയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, അതോടൊപ്പം UP മുഖ്യമന്ത്രിയും ഗോരഖ്പൂർ മഠാധിപതിയുമായ യോഗി ആദിത്യനാഥ്, മൂവരും ചേർന്നുകൊണ്ടാണ് ക്ഷേത്ര ശ്രീകോവിലിന് മുകളിൽ പരമപവിത്രമായ ഭഗവത് ധ്വജം ഉയർത്തുന്നത്. ആയിരക്കണക്കിന് രാമഭക്തരെ സാക്ഷ്യം നിർത്തി രാമമന്ത്രങ്ങൾ മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഭഗവത് ധ്വജം ഉയരുന്നത്.
രാഷ്ട്രം കാത്തിരുന്ന ആ മഹത്തായ ചടങ്ങ് നടന്നിരിക്കുന്നു. അയോധ്യയിലെ രാമജന്മഭൂമിയിൽ പുനർനിർമ്മിച്ച ക്ഷേത്രത്തിന്റെ പ്രധാന ശ്രീകോവിലിന് മുകളിൽ, ശിഖരത്തിന് മുകളിൽ ഇതാ പരമപവിത്രമായ ആ ധ്വജാരോഹണം നടന്നിരിക്കുകയാണ്. പ്രധാനമന്ത്രിയും സർസംഘചാലകും UP മുഖ്യമന്ത്രിയും ചേർന്നുകൊണ്ടാണ് ആ വളരെ വിശേഷാൽ ചടങ്ങ് നടന്നിരിക്കുന്നത്. പതാക 191 അടി ഉയരത്തിലാണ് പാറിപ്പറക്കുന്നത്. ഈ പതാകയ്ക്ക് അകത്ത് 3 ചിഹ്നങ്ങളുണ്ട്. അതായത് ത്രികോണ ആകൃതിയിലുള്ള പതാകയാണ്. അതിനകത്ത് ഓമിൻ്റെയും അതോടൊപ്പം തന്നെ ഒരു വൃക്ഷത്തിൻ്റെയും ചിഹ്നങ്ങൾ അതിനകത്തുണ്ട്. അതോടൊപ്പം തന്നെ ത്രികോണ ആകൃതിയിലുള്ള കാവിപ്പതാക, അതായത് ഉത്തരഭാരതത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുകളിൽ ഈ പതാകകൾ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു, നാഗര രീതിയിലുള്ള ക്ഷേത്ര നിർമ്മാണമാണ് ഉത്തരഭാരതത്തിലേത്. ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായ രീതിയിലുള്ള നിർമ്മാണമാണ്. അതിനാൽ എല്ലാ ക്ഷേത്രങ്ങൾക്കും ഒരു വിശാലമായ രീതിയിലുള്ള ഒരു കമാനമുണ്ടാകും. ആ കമാനത്തിന് മുകളിൽ പവിത്രമായ ഭാരതത്തിൻ്റെ ദേശീയതയുടെ, ഹിന്ദുത്വത്തിന്റെ പ്രതീകമായ ഭഗവദ്ധ്വജം പാറിപ്പറക്കുന്നത് ഉത്തരഭാരതത്തിൽ ഒരു സ്ഥിരം കാഴ്ചയാണ് എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കണം. ഇപ്പോൾ പുനർനിർമ്മിച്ച ക്ഷേത്രത്തിന് മുകളിലും പവിത്രമായ ഭഗവദ്ധ്വജം ഉയർത്തുന്ന ആ ധ്വജാരോഹണത്തിന്റെ ചടങ്ങുകൾ പൂർത്തീകരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സർസംഘചാലകും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇപ്പോൾ അവരുടെ ഇരിപ്പിടങ്ങളിലേക്ക് പോകുകയാണ്. രാമമന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ അന്തരീക്ഷത്തിലാണ് ഈ ധ്വജാരോഹണ ചടങ്ങുകൾ നടന്നത്. നമുക്കറിയാം, ത്യാഗത്തിൻ്റെയും ആത്മസമർപ്പണത്തിൻ്റെയും ഊർജത്തിൻ്റെയും പ്രതീകമാണ് കാവി എന്ന് പറയുന്നത്. അതായത് ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഏത് വിശേഷാൽ ചടങ്ങുകൾ നടക്കുന്നതിന് മുമ്പും ഹോമവും യാഗവും നടക്കാറുണ്ട് കാലാതീതമായി. അതായത് ഭാരതമെന്ന് പറയുന്ന ഈ രാഷ്ട്രസങ്കല്പം ഉണ്ടായ കാലം മുതൽ തന്നെ ഏത് വിശേഷ ചടങ്ങുകൾക്ക് മുമ്പും സന്യാസി ശ്രേഷ്ഠന്മാരും ഋഷീശ്വരന്മാരും യാഗം നടത്തുമായിരുന്നു. ആ യാഗത്തിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്ന തീയുടെ നിറമാണ് കാവി എന്ന് പറയുന്നത്. അതാണ് കാവിയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയുന്നത്. 2 തന്ത്രം അടിസ്ഥാനമാക്കി പറയുകയാണെങ്കിൽ നമുക്കറിയാം, ദക്ഷിണ ഭാരതത്തിലെ ക്ഷേത്രങ്ങളിൽ പൂജകൾ നടക്കുന്നത് തന്ത്രം അടിസ്ഥാനമാക്കിയാണ്. തന്ത്രം അടിസ്ഥാനമാക്കി പറയുന്നത് നമ്മളുടെ കുണ്ടലിനി ശക്തി, അതായത് മൂലാധാരത്തിൽ നിന്നും സഹസ്രാര പത്മത്തിലേക്ക് ഉയർന്നു പോകുന്ന ആ കുണ്ടലിനി ശക്തിയുടെ നിറമെന്ന് പറയുന്നത് അത് ഉദയസൂര്യന്റെ നിറമായിട്ടുള്ള കാവിയാണ്. അപ്പോൾ എത്രത്തോളം പവിത്രമാണ് ഈ കാവി എന്ന നിറം എന്നത് കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അത്രത്തോളം പവിത്രമായ ഈ രാഷ്ട്രത്തിന്റെ സംസ്കൃതിയുടെയും നമ്മുടെ രാജ്യത്തിന്റെ ആത്മസമർപ്പണത്തിന്റെയും ത്യാഗത്തിന്റെയും നേരത്തെ സൂചിപ്പിച്ച ഊർജത്തിന്റെയും പ്രതീകമായിട്ടുള്ള കാവി ഇതാ അയോധ്യയിൽ പുനർനിർമ്മിച്ച രാമക്ഷേത്രത്തിന് മുകളിൽ 191 അടി ഉയരത്തിൽ അങ്ങനെ പാറിപ്പറക്കുകയാണ്. എസ് ശ്രീകാന്ത് അവിടെ നിന്നും ചേരുന്നുണ്ട്. ശ്രീകാന്തിന് നേരിട്ട് ആ കാഴ്ച കാണാം. ഞങ്ങളൊക്കെ ദൃശ്യങ്ങളിലൂടെയാണ്, നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ പകർത്തുന്ന ദൃശ്യങ്ങളിലൂടെ മാത്രമേ ഞങ്ങൾക്ക് ആ കാഴ്ച കാണാൻ കഴിയുന്നുള്ളൂ. ശ്രീകാന്തിന് ആ ശിഖരത്തിന് മുകളിൽ പാറിപ്പറക്കുന്ന കാവിപ്പതാക നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം ഉണ്ടായിരിക്കുന്നു. പറയൂ ശ്രീകാന്ത്. ഗൗതം, ഈ നിമിഷത്തിന് വേണ്ടിയാണ് 500 വർഷങ്ങൾ കാത്തിരുന്നത്. ഗൗതം, ഈ നിമിഷത്തിന് വേണ്ടിയാണ് ലക്ഷോപലക്ഷം ജീവത്യാഗം ചെയ്തത്. ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ് ലക്ഷോപലക്ഷം ആളുകൾ പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടത്. അനവധി ആളുകൾ കേസ് പറഞ്ഞത്, ജയിൽവാസം അനുഷ്ഠിച്ചത് ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാണ്. ഗൗതം, ആ ഭവ്യമായ രാമക്ഷേത്രത്തിലേക്ക് ഒന്ന് നോക്കൂ. അതിന് മുകളിലായി 191 അടി ഉയരത്തിൽ ആ ഗോപുരമുകളിൽ ഉയർന്നു പറക്കുന്ന ആ ഭഗവദ്ധ്വജം ഒന്ന് നോക്കൂ. അത് ഈ ലോകത്തോട് വിളിച്ചു പറയുകയാണ്, ഭാരതം അതിൻ്റെ പൈതൃകത്തിൽ അഭിമാനിക്കുന്നു, ഭാരതം അതിൻ്റെ പാരമ്പര്യത്തിൽ അഭിമാനിക്കുന്നു എന്നുള്ള കാര്യം. ഈ ലോകത്തിൻ്റെ വിശ്വഗുരു സ്ഥാനത്തേക്ക് ഭാരതം പതിയെ നടന്നെടുക്കുന്നതിൻ്റെ സൂചനയാണ് ഗൗതം. നമ്മൾ ഇന്ന് ഭവ്യമായ രാമക്ഷേത്രത്തിൻ്റെ ഗോപുരമുകളിൽ 191 അടി ഉയരത്തിൽ കാണുന്ന ആ ഭഗവദ്ധ്വജം, അത് ഈ അയോധ്യയിലെ തെരുവുകളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം